ഹായ് അസ്സാമലൈക്കും. ഹസീന പിസ്സ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ചേമ്പ് കൃഷിയിൽ നല്ല വിളവ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വളപ്രയോഗം എങ്ങനെ ചെയ്യാമെന്ന വീഡിയോയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ ഇതുപോലെ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ നട്ടിരിക്കുന്നത് ചീമച്ചേമ്പാണ്. നല്ല വളവും മണ്ണും ഒക്കെ ഇട്ട് കൊടുത്താൽ ഇത് നല്ല വിളവ് തരും. പിന്നെ ചീമച്ചേമ്പ് എന്നല്ല, നാടൻ ചേമ്പ്, ഇങ്ങനെ പല പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഇളയ ഇല എടുത്തിട്ട് തോരൻ വെക്കാൻ പറ്റും. പിന്നെ തണ്ട് നമുക്ക് ഉപ്പേരി വെക്കാൻ, അതുപോലെ സാമ്പാറിലിടാൻ എല്ലാം എടുക്കാം. ഇതിപ്പോൾ ഒരു 4-5 ചാക്കിലൊക്കെ നമ്മൾ നടുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ചേമ്പിൻ്റെ വിത്ത് നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ ഇതിൻ്റെ ചേമ്പിൻ്റെ വിത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിപ്സ് ഉണ്ടാക്കാനൊക്കെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ സാമ്പാറിലിടാനും പുഴുക്കുണ്ടാക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊക്കെ ഒന്ന് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കണം. സ്ഥലമുള്ളവരൊക്കെ ആണെങ്കിൽ കുറച്ചധികം നട്ടാൽ വിപണിയിൽ ഇതിന് നല്ല ഡിമാൻഡൊക്കെ ഉണ്ട് ഇപ്പോൾ. ഇനി നമുക്കിതിന് വളം ഇട്ട് കൊടുക്കുന്നത് എങ്ങനെയൊന്ന് നോക്കാം. ഞാനിപ്പോൾ കാണിക്കാം കേട്ടോ. ഇതാണിപ്പോൾ ഞാൻ ചാക്കിൽ നട്ട ചേമ്പാണ്. ഇപ്പോൾ ഇത് എങ്ങനെ നടുന്നതെന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ പോയി കാണണം. ഇത് നമ്മുടെ കിച്ചൺ കമ്പോസ്റ്റ്, ചാരം, ചാണകപ്പൊടി, കരിയില ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് അതിലാണ് ഞാനിത് നട്ട് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ കണ്ടില്ലേ, വേരൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മണ്ണ് ഞാൻ ഇട്ട് കൊടുത്തിരുന്നു. ഇപ്പോൾ വീണ്ടും വേരെല്ലാം പുറത്ത് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ഇളക്കി, മണ്ണൊന്ന് സൈഡൊക്കെ ഒന്ന് ചെറുതായി ഇളക്കി കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചാരാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് ചാരം ഇട്ട് കൊടുക്കാം. അപ്പോൾ ചാരം ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങളടുത്ത് എന്ത് വളമാണുള്ളത് അത് ഇട്ടാലും മതി. പക്ഷെ കിഴങ്ങ് വിളകൾക്ക് പൊതുവെ ചാരം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണെന്ന് പറയും. നല്ല കിഴങ്ങൊക്കെ ഉണ്ടാവും. ഞാനിവിടെ എപ്പോഴും ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ അതിൻ്റെ മേലേക്ക് കുറച്ച് മണ്ണ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ മണ്ണിങ്ങനെ അടുപ്പിച്ച് വളവും ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടം കിഴങ്ങ് നമുക്ക് വിളവെടുക്കാൻ പറ്റും. ഇതിപ്പോൾ അതുപോലെ നട്ടത് തന്നെയാണ്. പക്ഷേ കുറച്ച് ലേറ്റായിട്ട് നട്ടതാണ് കേട്ടോ. അതിൻ്റെ കൂടെ നട്ടതല്ല. ഞാനിതുപോലെ ഇങ്ങനെ വേസ്റ്റ് ചാക്ക് ഒക്കെ കിട്ടുമ്പോൾ നമ്മുടെ അടുത്ത് വിത്ത് ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ കിച്ചൺ കമ്പോസ്റ്റും കരിയിലയും വളമൊക്കെ നിറച്ചിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് നടും കേട്ടോ. ഒരേ ടൈമിൽ ചിലപ്പോൾ നമുക്ക് നടാൻ പറ്റില്ല. അപ്പോൾ അതിനും ഇതുപോലെ ഞാനിത് ചാരവും മണ്ണും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഓരോ ദിവസം ഓരോന്നങ്ങനെ നട്ട് വെച്ചാലും ഇപ്പോഴും നമുക്ക് ചേമ്പൊക്കെ നടാൻ പറ്റും. പിന്നെ നട്ടിട്ട് ഒരാഴ്ച നമ്മൾ സൈഡിൽ മഴ തട്ടാതെ എവിടെയെങ്കിലും വെച്ചാൽ മതി. എന്നിട്ട് ഇതുപോലെ ഇലയും വേരൊക്കെ പിടിച്ചിട്ട് പുറത്തേക്ക് വെച്ചിട്ട് മണ്ണും വളമൊക്കെ ഇട്ട് കൊടുത്ത് പുറത്ത് വെച്ചാൽ മതി. അങ്ങനെ അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് നട്ട് വെക്കാം. അപ്പോൾ ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചേമ്പ്, ചേന, കാച്ചിൽ, വാഴ ഇതിനൊക്കെ നമ്മൾ ഇതുപോലെ വളം മണ്ണൊക്കെ ഇട്ട് നല്ല മണ്ണൊക്കെ ഇട്ട് വളമൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ നല്ല വിളവ് കിട്ടും നമുക്ക്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലതുപോലെ വളർന്നു വരാനും നല്ല ആരോഗ്യത്തോടെ നിൽക്കാനും നല്ല വിത്തുകൾ കിട്ടാനും ഒക്കെ ഇത് സഹായിക്കും. പിന്നെ ചേമ്പിനൊക്കെ ഇതുപോലെ ചാരമൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ല വിത്തുകളൊക്കെ പൊട്ടി വരാൻ വളരെ നല്ലതാണ്. ഇനി ഞാൻ ചീരച്ചേമ്പ് നടുന്നുണ്ട്. അത് അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം. അപ്പോൾ
എൻ്റെ ഈ വള ഇടുന്ന വീഡിയോ നിങ്ങൾക്കിഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ്. അസ്സലാമു അലൈക്കും.